അസ്സലാമലൈക്കും, ഹായ്, ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിതാ ജിമ്മിലത്തെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് വിടുകയാണ്. കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇതാ വന്ന് ചായ വയ്ക്കുകയാണ് കേട്ടോ. ഇപ്പോൾ രാവിലെ ഉണ്ടല്ലോ, ഭയങ്കര സമയം കുറവാണ്. എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യണത് എന്നുള്ളത് എനിക്കും പഠിച്ചവനും മാത്രമേ അറിയുള്ളൂ. അമ്മാതിരിയാണ് കേട്ടോ ഓട്ടപ്പാച്ചിൽ. അതിൻ്റെ ഇടയിൽ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സ്, റെസിപ്പി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ എടുക്കണം, അങ്ങനെ ഇങ്ങനെ. അല്ല, ഇനിയിപ്പോൾ വ്ളോഗാണെങ്കിലും പിന്നെ നമുക്ക് രാവിലത്തെ സ്കിപ്പ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും, ഉച്ച മുതലൊക്കെ ആക്കിയിട്ട്. പക്ഷേ ഇടയ്ക്ക് ഓരോ ചേഞ്ച് വേണ്ടേ. എപ്പോഴും ഇങ്ങനെ രാവിലത്തെ സ്കിപ്പ് ചെയ്താൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ. നിങ്ങൾക്ക് മെയിൻ നമ്മുടെ ഇഷ്ടം ഈ ചായ വെക്കലൊക്കെ അല്ലേ. അപ്പോൾ എന്തായാലും ചായ വെച്ചിട്ട് തന്നെ ഞാൻ ഇന്നത്തെ ഡേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ വ്ളോഗ്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. ഇന്ന് ഞാൻ മോർണിംഗിൽ ഷെയ്ക്ക് അടിച്ചിട്ടുണ്ട്, അതിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും ഓരോ എഗ്ഗ് ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് എൻ്റെ കോച്ചിനോട് ചോദിച്ചപ്പം 6 എഗ്ഗ് കഴിക്കാനാണ് പറഞ്ഞത്. എഗ്ഗ് വൈറ്റ് കേട്ടോ. അല്ലെങ്കിൽ ചിക്കൻ മാത്രമാണെങ്കിൽ ഒരു 100 ഗ്രാം നമുക്ക് പ്രോട്ടീന് വേണ്ടിയിട്ട്. ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ആരാണെങ്കിലും പ്രോട്ടീൻ മസ്റ്റായിട്ട് എടുത്തിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ നമുക്കത് നേരെ ഓപ്പോസിറ്റായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യും എന്നാണ് പറയാൻ കേട്ടേക്കുന്നത് കേട്ടോ. ഞാൻ അതിനെക്കൊണ്ട് പറ്റുന്നത്, എനിക്കിങ്ങനെ കൗണ്ട് ചെയ്ത് കഴിക്കാൻ പറ്റുമോ, ഇനിയിപ്പോൾ നമ്മൾ കഴിക്കണ ഫുള്ള് നമ്മുടെ ബോഡി എടുക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. അപ്പോൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ പോകാൻ ശ്രമിക്കാം. അപ്പോൾ ഇതാ ചായയൊക്കെ ആയിട്ടുണ്ട്, ചായ വെച്ചിട്ടുണ്ട്. ഇക്കാക്ക് എ ഫ്രഷ് ഉണ്ടായി കൊടുത്തു. എനിക്ക് എ ഫ്രഷ് ഏകദേശം അടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്ര തന്നെ ഉള്ളൂ, ഒരുപാട് കുടിച്ച് ശീലിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതാ നമ്മൾ ഷെയ്ക്കാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് കുതിർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഡയറക്റ്റായിട്ട് യൂസ് ചെയ്യുക, പക്ഷേ കുതിർത്തിയെടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതാ ക്യാഷ്യൂ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് പുതിയതായിട്ട് മേടിച്ചതാണ്, ഞാനല്ല, ഇക്ക മേടിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ 6 ഗ്ലാസ് ഷെയ്ക്കിൽക്ക് വേണ്ടിയിട്ടുള്ള ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. എല്ലാവർക്കും അടിക്കാമെന്ന് വിചാരിച്ചു, എല്ലാവരുടെയും ഹെൽത്ത് അടിപൊളിയാവട്ടെ. അപ്പോൾ 1 കപ്പ് നമ്മുടെ റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ എടുക്കുക കേട്ടോ 1 കപ്പ്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 10 ക്യാഷ്യൂ ഇട്ട് കൊടുക്കുന്നുണ്ട്. 6 ഗ്ലാസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും എടുക്കുന്നത്. പിന്നെ 10 ഡേറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 സ്പൂൺ ചിയാ സീഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ 6 സ്പൂൺ ആക്കിയാലും കുഴപ്പമൊന്നുമില്ല, ഒരാൾക്ക് ഒരു ദിവസം 1 സ്പൂൺ വെച്ചിട്ട് കഴിക്കാമെന്നാണ് ഞാൻ കേട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാനിവിടെ 4 സ്പൂണാണ് എടുക്കുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, രാത്രി ഇത് സെറ്റാക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമുക്കിത് ഷെയ്ക്ക് ആക്കേണ്ട പരിപാടി മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇന്നലെ രാത്രി ഞാൻ ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇന്നൊക്കെ രാത്രി ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എഗ്ഗ് ബോയിലായതും എഗ്ഗ് അവിടെയും ബോയിലായിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ആക്കി വെച്ചു കേട്ടോ. പിന്നെ കുട്ടികൾക്കുള്ള ലഞ്ച് ബോക്സാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. ദോശ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു ചമ്മന്തി അരച്ചിട്ടുണ്ട്. ഇതിൽ ഞാൻ 2 വെളുത്തുള്ളി, 2 വലിയുള്ളിയും കുറച്ച് പുളിയും ഉപ്പും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാൻ അതിലൊന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ സംഭവം. നല്ല ടേസ്റ്റാണ്. ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ദോശയ്ക്ക് ഇന്നലെ ആട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെടുത്തിട്ട് ഞാനിതാ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുകയാണ്. കുട്ടി ദോശയാണ്, ഇച്ചിരി എണ്ണയൊക്കെ തടവിയിട്ട് ചുട്ടെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ചുട്ടെടുത്ത ശേഷം പിള്ളേരുടെ ലഞ്ച് ബോക്സിൽ അതെല്ലാം ആക്കി കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ഷെയ്ക്കിന് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഫസ്റ്റ് എന്നെ ലഞ്ച് ബോക്സ് പാക്ക് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സമാധാനം കിട്ടുമല്ലോ. ഇനിയിപ്പോൾ പെട്ടെന്ന് സമയം കിട്ടൂലേ, സമയമായോ എന്നുള്ളൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അയാൻകുട്ടിക്ക് ദോശയുടെ ഒരു സൈഡിൽ മാത്രം ചമ്മന്തി വെച്ചാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അവനക്ക് 2 ബോക്സ് കൊണ്ടാവാൻ വയ്യാനിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും അവരുടെ ലഞ്ച് ബോക്സൊക്കെ പാക്ക് ചെയ്ത് കൊടുത്തു. പിന്നെ നേരെ പോയിട്ട് നമ്മൾ റോബസ്റ്റ് എടുത്തിട്ട് വന്നു. പിന്നെ അതുപോലെ 2 ആപ്പിളും എടുത്തിട്ട് വന്നു കേട്ടോ. ശരിക്കും ഒരാൾക്ക് അടിക്കുകയാണെങ്കിൽ ഒരു റോബസ്റ്റ മതി, പിന്നെ പകുതി ആപ്പിളൊക്കെ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും റോബസ്റ്റയൊക്കെ ഇവിടെ തൊലിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ആപ്പിളിൻ്റെ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുക. റോബസ്റ്റ് ആണെങ്കിൽ 1-2 ദിവസം വൈകിയാൽ മതിയില്ലേ, വേഗം പഴുപ്പ് ഓവറായി പോകും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട് റോബസ്റ്റിന്. അപ്പോൾ എന്തായാലും ഇവിടെ ഇപ്പോൾ ഡെയിലി കിട്ടാറുണ്ട്, ചില സമയങ്ങളിൽ നമുക്കിത് കിട്ടൂല, അപ്പോൾ നമ്മൾ വിടും. അപ്പോൾ പിന്നെ നേന്ത്രപ്പഴമൊക്കെ യൂസ് ചെയ്യേണ്ടി വരും.
അപ്പോൾ എന്തായാലും ഇതാ ഞാനിവിടെ ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 2 ആപ്പിൾ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 റോബസ്റ്റ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുതിർക്കാൻ വേണ്ടി വെച്ച് നമ്മുടെ എല്ലാ ഐറ്റംസും ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കുക. പിന്നെ കുറച്ചുകൂടെ വെള്ളം ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയും നന്നായിട്ട് അരയണം. കുറച്ച് അരവ് ബാക്കിയുണ്ട്, അതായത് ഈത്തപ്പഴമാണ് കേട്ടോ അതിൽ കിടക്കുന്നത്. ബാക്കിയെല്ലാം നന്നായി അരഞ്ഞു കിട്ടി. ഈത്തപ്പഴം കുറച്ചുകൂടെ ഒന്ന് അരയാനുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇടയ്ക്കൊന്ന് കടിക്കാൻ അതിരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഞാൻ കുട്ടികൾക്ക് പാലിലാക്കിയിട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. ഈ സംഭവം ഉണ്ടല്ലോ, ഫുൾ ഫാറ്റ് മിൽക്ക് എടുത്തിട്ട് അതിലടിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ളവർക്ക് ബെസ്റ്റ് സാധനമാണ്. വെയിറ്റ് ലോസ് ചെയ്യാനുള്ളവർക്ക് പച്ചവെള്ളത്തിൽ അടിച്ചിട്ട് കുടിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. എൻ്റെ അടുത്ത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കണ്ടായിരുന്നു കുറേ ആൾക്കാർ. അപ്പോൾ ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ വെയിറ്റ് ഗെയിൻ ചെയ്യണവർക്ക് എടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അയൻകുട്ടിക്ക് ഞാൻ ഇച്ചിരി പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ നല്ല ടേസ്റ്റോടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പക്ഷെ പഞ്ചസാരയുടെ ഒരാവശ്യമില്ല, കാരണം അതിൽ റോബസ്റ്റിൻ്റെ മധുരം, ഡേറ്റ്സിൻ്റെ മധുരം, ആപ്പിളിൻ്റെ മധുരം ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ പിള്ളേർക്ക് ഞാൻ ഈ ഒരു ഷേക്കും കൊടുത്തു, പിന്നെ എഗ്ഗും കൊടുത്തു. വേറെ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അവർ ഇത് മാത്രം മതി എന്ന് പറഞ്ഞു, കാരണം നല്ല ഫില്ലിംഗ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഷേക്ക് തന്നെ അടിപൊളി. 1.5 ഗ്ലാസ് ഷേക്ക് കുടിച്ചാൽ തന്നെ മതി. അപ്പം ഞാൻ പിള്ളേർക്ക് അത്രയും കൊടുത്തു. പിന്നെ ഓരോ എഗ്ഗും കഴിച്ചു കേട്ടോ. ഓരോ എഗ്ഗ് കഴിച്ചാൽ മതി പറഞ്ഞു, കാരണം വന്നിട്ട് ഇനിയിപ്പോൾ എഗ്ഗ് എന്തായാലും കഴിക്കേണ്ടി വരും. ഫിഷൊന്നും ഇല്ലെങ്കിൽ അവർക്ക് ചോറിനൊക്കെ എഗ്ഗ് വേണം. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ തന്നെ ഉള്ള എഗ്ഗ് മൊത്തം കൊടുക്കണ്ടെന്ന് വിചാരിച്ചു. അങ്ങനെ റിഹാൻ റെഡിയായി പോയി. അയാനിതാ അവിടെ ഷൂ ഒക്കെ റെഡിയാക്കിയിട്ട് അവനും പോകാൻ നിൽക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് വേഗം എടുത്തു. ഉമ്മാക്കും ഉപ്പാക്കും ഷേക്ക് കഴിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു, കഴിക്കാനല്ല കുടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ദോശ ഒരെണ്ണം മതി പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ദോശ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ഇക്ക കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് എഗ്ഗ് ബോയിലാക്കിയത് കഴിക്കുകയാണ്. എല്ലാവരും ഇപ്പോൾ ഷേക്കും എഗ്ഗ് ബോയിലും ഡെയിലി ഉണ്ട്. എല്ലാവർക്കും നന്നായിട്ട് ഹെൽത്ത് അങ്ങ് വരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ. അപ്പോൾ പിന്നെ ഇതാ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞ ശേഷം ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഇച്ചിരി ഇലകൾ തന്നെ ഉള്ളൂ, എന്നാലും ദിവസം അടിച്ചു വാരാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അടിച്ചു വാരി എടുക്കുകയാണ്. ആ ഒരു സൈഡിലോട്ട് അങ്ങ് കൂട്ടി വെക്കുകയാണ്, കാരണം ഒരു 3 ദിവസം കൂടുമ്പോൾ ഞാൻ ആ പുല്ലില്ല ഭാഗമല്ലേ അങ്ങോട്ട് ഇലകളിനെയൊക്കെ ആക്കിയിട്ട് അവിടെ കത്തിക്കും കേട്ടോ. അപ്പോൾ പുല്ലുകൾ നമുക്ക് ഒരുപാട് വരൂല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉമ്മ കത്തിക്കും, എനിക്ക് ഇലകളൊക്കെ കത്തിക്കാൻ 1 ലിറ്റർ മണ്ണെണ്ണ വേണ്ടി വരും. അപ്പോൾ പിന്നെ ഞാൻ ആ ഭാഗത്തേക്ക് അത്രയ്ക്ക് അങ്ങ് തിരിഞ്ഞ് നോക്കാറില്ല കേട്ടോ. അങ്ങനെ അടിച്ചു വാരി എല്ലാം കൂട്ടി വെച്ച് കൊടുക്കും, ഉമ്മ അതിനെ കത്തിക്കും കേട്ടോ. പിന്നെ വേഗം പോയി നമ്മൾ ഉള്ളിലൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുമ്പളങ്ങ അറുത്ത് വെച്ചിട്ട് കുറേ ദിവസമായി, പക്ഷെ അതിന് കേടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ 1/4 ഭാഗം പോലും കിട്ടിയില്ല എന്ന് തന്നെ പറയാം കേട്ടോ. അത്രയും മോശമായിപ്പോയി ഉള്ളിൽ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ എനിക്ക് ലഞ്ച് കാര്യമായിട്ടൊന്നും ഞാൻ ഉണ്ടാക്കുന്നില്ല. ഞാനിന്ന് ചെറുപയർ സാലഡും രസം നില വെച്ചതുണ്ട്, പിന്നെ കുമ്പളങ്ങ പരിപ്പ് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് ടേസ്റ്റിലൊന്നും കഴിക്കണ്ട എന്ന് ഞാൻ ഇക്കാനോട് പറഞ്ഞു കേട്ടോ. കാരണം ടേസ്റ്റ് കൂടും തോറും നമ്മൾ അതിൽ ആഡ് ചെയ്യുന്ന സാധനങ്ങളുടെ അളവ് കൂടും, അത് കൂടും, ഇത് കൂടും. നമ്മൾ വീക്ക്ലി വൺസ് എന്തായാലും ഹെവി കുക്കിംഗ് ആണ് വീട്ടിൽ. അപ്പോൾ പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിലൊന്ന് പിടിച്ചാൽ എല്ലാവർക്കും കുറച്ചുകൂടെ കാലം ജീവിക്കാമെന്ന് തോന്നിയിട്ടോ. അപ്പോൾ പിന്നെ ഇതാ ഞാൻ വേഗം ചോറെല്ലാം വെക്കാൻ വേണ്ടി കുക്കറിൽ അരി എടുത്തിട്ടുണ്ട്. ഫോണാണ് കേട്ടോ, അതാണ് ഇങ്ങനെ തല ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ വേഗം അത് ഓണാക്കിയിട്ട്, ഫോൺ എനിക്കറിയാം ഇവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, അത് ഓണാക്കിയിട്ട് പിന്നെ ഞാൻ വേഗം വാഷിങ്ങിന് തുണികൾ ഇട്ടിട്ടുണ്ടായിരുന്നു, അതെല്ലാം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടാൻ വേണ്ടി പോയി. നമുക്ക് കുറച്ചൊക്കെ കമൻറ്റ് വന്നിട്ടുണ്ട്, ഞാൻ സുംബ ചെയ്യാറുണ്ട്, വെയിറ്റ് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ്, മടിപ്പിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ നമ്മളെ കൊണ്ട് എന്താ ചെയ്യാൻ പറ്റണമെന്ന് വെച്ചാൽ അത് ചെയ്താൽ മതി. ഹായ് ജിനി, റെസിപ്പികളെല്ലാം സൂപ്പറാണ്, എൻ്റെ ഇളയും മോനും അയാനെ പോലെയാണ് എന്ന്. ഓക്കെ താങ്ക് യു സോ മച്ച്. കൂർക്ക നന്നായി വാഷ് ചെയ്ത് കുക്കറിൽ വെച്ച് കുക്ക് ചെയ്ത് പൊട്ടാറ്റോ പോലെ പീൽ ചെയ്താൽ നല്ല സിമ്പിളാണ്. എങ്ങനെ ചെയ്താലും നമ്മുടെ കൈ കറക്കൂലേ, അതാണ് എനിക്ക് വലിയൊരു വിഷമം. ചോക്ലേറ്റ് കണ്ടിട്ട് എങ്ങനെ കഴിക്കാണ്ടിരിക്കാൻ തോന്നി. ഞാൻ കഴിച്ചു, അപ്പം കഴിച്ചില്ല എന്ന് മാത്രം. ഇപ്പം ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കും ഞാനത് കഴിച്ചു, അതിൻ്റെ പകുതി എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കും നാടൻ ഫുഡാണ് ഇഷ്ടം. നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് അത് കഴിക്കാതെ എങ്ങനെയാണ് ഡയറ്റ് ചെയ്യുന്നതെന്ന് ഇല്ല, ഞാൻ കഴിക്കുന്നൊക്കെ ഉണ്ട് ഫുഡ്.
ഒരു ദിവസം കഴിച്ചാൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ നെക്സ്റ്റ് നേരം നമ്മൾ എന്തെങ്കിലും സിമ്പിളാക്കും. അങ്ങനെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടും പട്ടിണിയല്ല, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാടങ്ങ് കഴിക്കുന്നില്ല, എന്നാൽ കഴിക്കുന്നുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ അടിച്ചു വാരി. പിന്നെ വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വാഷിങ് ഇടുന്നതിന് മുമ്പ് ഈ ഭാഗം അടിച്ചു വാരി എടുക്കും, അല്ലെങ്കിൽ പൊടികളാവോ എന്നുള്ളൊരിത് അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഉണങ്ങിയ തുണികളിനെ മാറ്റിയെടുത്തിട്ട് പിന്നെ അടിച്ചു വാരും. പിന്നെ ഇങ്ങനെ തുണികളിനെ ഇടും. ഈ ഭാഗത്ത് തുണികളില്ലാത്തൊരു ദിവസം പോലും ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഹെവി വർക്കാവും കേട്ടോ നമുക്ക്. അല്ലെങ്കിൽ തന്നെ ഒരു ദിവസം നമ്മൾ വാഷ് ചെയ്തിട്ടില്ലെങ്കിൽ പിറ്റേ ദിവസം പോയി കാര്യം. അമ്മാതിരിയായിരിക്കും വാഷ് ചെയ്യാനും അടക്കാനും ഒക്കെ. അപ്പോൾ എന്തായാലും എല്ലാ തുണികളിനെയൊക്കെ ഇട്ട് ഇനിയിപ്പോൾ നേരെ അടുക്കളയിലോട്ട് വന്നു. നമ്മൾ എഗ്ഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു വീണ്ടും. അപ്പോൾ അതിനൊക്കെ ഒന്ന് വെള്ളത്തിലിട്ടു. നേരത്തെ എഗ്ഗ് കഴിഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ നമ്മളിവിടെ ഇങ്ങനെ 2-3 ട്രേ ഒക്കെ മേടിക്കുന്ന ഒരു ആളുണ്ട്. അയാൾ വന്നപ്പോൾ പിന്നെ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. എൻ്റെ ഫ്രണ്ടാണ് കൊണ്ടുവന്ന് തരാറ് കേട്ടോ. പിന്നെ സൂപ്പർ ഫുഡ് ജിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിനി ലഞ്ച് അടിപൊളിയാണല്ലോ. നമ്മളെ FBയിലുള്ള കുറച്ച് കമൻസാണ് കേട്ടോ. സൂപ്പർ വീഡിയോ ഇന്നത്തെ ഫുഡ് പൊളിച്ചു. നാടൻ ഫുഡ് എനിക്കും ഇഷ്ടമാണ് കേട്ടോ നാടൻ ഫുഡ്. അപ്പോൾ എന്തായാലും നമ്മുടെ എഗ്ഗ് എല്ലാം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ വരുക, ഇനിയിപ്പം നമുക്ക് പരിപ്പും കുമ്പളങ്ങി ഉണ്ടാക്കിയെടുക്കണം. പക്ഷെ ഞാൻ അതിൽ ഓയിലോ തേങ്ങയോ ഒന്നും ആഡ് ചെയ്തത് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു ഡയറ്റ് ഫുഡ് എന്ന് തന്നെ പറയാം കേട്ടോ അതിന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇന്ന് കംപ്ലീറ്റ് ഉച്ചയ്ക്ക് അധികം ഓയിലില്ല. ഇന്നലെ ഉണ്ടാക്കിയ രസത്തിൽ മാത്രം കുറച്ച് ഓയിലുണ്ട്, ബാക്കിയൊന്നും ഓയിലില്ലാണ്ടാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇടയ്ക്കൊക്കെ അങ്ങനെയും വേണ്ടേ, നോ ഓയിൽ ഡേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ദിവസം ആക്കിയാലോ എന്ന് വരെ ഞാൻ ആലോചിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കുമ്പളങ്ങ മുറിച്ചപ്പോഴാണ് ഭയങ്കര ഷോക്കായത്. ഈ ചെറിയ പീസ് മാത്രമേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു മോരുകറി ഉണ്ടാക്കാൻ അടിപൊളി തന്നെയാണ്, പക്ഷെ തൈര് ഉണ്ടായിരുന്നില്ല കേട്ടോ, കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ കടയിൽ പോകാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അങ്ങ് ആക്കിയെടുത്തു. എല്ലാം കട്ട് ചെയ്ത് പരിപ്പിലോട്ട് ഞാൻ തക്കാളിയും ഒരു ഉരുളക്കിഴങ്ങ് എടുക്കുന്നുണ്ട്, ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ നമ്മുടെ വലിയുള്ളി, പച്ചമുളക്, പിന്നെ കുമ്പളങ്ങ കേട്ടോ. കുമ്പളങ്ങ ഞാൻ അതിൽ തന്നെ ഇട്ടുകൊണ്ട് വേവിക്കണത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളുടെ വയറ്റിൽ കുറച്ച് പോകാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അവർ പൊതുവേ വെജിറ്റബിൾ കഴിക്കാൻ കുറച്ച് മടിയല്ലേ. അപ്പോൾ പിന്നെ കറികളൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ അങ്ങ് ചേർത്തി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കറിയിലെങ്കിലും അതിൻ്റെ അംശങ്ങൾ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിക്കും. കുറച്ച് മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയല്ല സാധാരണ ഓയിലും ഒഴിച്ചിട്ട് ഞാൻ ഇതങ്ങ് 3-4 വിസിലടുപ്പിച്ചെടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് താളിക്കണം എന്നുണ്ടെങ്കിൽ കടുക്, ജീരകം, കറിവേപ്പിലയൊക്കെ ഇട്ടിട്ടൊന്ന് താളിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് കുക്കറിൽ ഇവിടെ നമ്മുടെ ചെറുപയറൊന്ന് വേവിച്ചെടുക്കുകയാണ്. ഇത് ജസ്റ്റ് സാലഡ് ആക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. ഒന്ന് ഉപ്പിട്ട് വേവിക്കുക, പിന്നെ വലിയുള്ളി, തക്കാളി ഇട്ട് പച്ചമുളകും കുറച്ച് നാരങ്ങയുടെ നീര്, ഉപ്പ്, കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സാലഡും. പിന്നെ ഞാൻ വേഗം പോയി അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തു. ഇച്ചിരി പാത്രം കഴുകാനുണ്ടായിരുന്നു, അതിനെയൊക്കെ ഒന്ന് കഴുകിയെടുത്തു. പിന്നെന്താണ്, ഇനി തുടയ്ക്കാനുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. മടക്കിയ തുണികളിനെയൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനുണ്ട്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വേഗം പോയി തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അതേപോലെ കമൻറ്റ് വായിക്കാത്ത കാരണം എൻ്റെ വീഡിയോ കാണൽ നിർത്തി എന്നൊക്കെ പറഞ്ഞൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ കമൻറ്റ് ഇപ്പോൾ വായിക്കുന്നത് അവർ അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നാളത്തെ നമ്മുടെ തംബ്നെയിലിൽ അതിനെ അങ്ങ് കൊടുത്താലോ, ക്യാപ്ഷനിൽ ടൈറ്റിൽ കൊടുക്കില്ലേ അതിൽ. അപ്പോൾ എന്തായാലും ഞാനിത് എല്ലാവരുടെയും ഒന്ന് തുടച്ചെടുത്തിട്ടുണ്ട്. പിന്നെ KFC ഇപ്പോൾ പണ്ടത്തെ പോലെ ടേസ്റ്റ് ഇല്ല, ശരിയാണ് കേട്ടോ, എനിക്കും തോന്നാറുണ്ട്. പിന്നെ അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ പിന്നെയും കുറേ ടേസ്റ്റ് ഉണ്ടാവും എന്ന് തോന്നുന്നു കേട്ടോ. വീട്ടിൽ വരുമ്പോഴത്തേക്കും അതിൻ്റെ ക്രിസ്പി ടെക്സ്ചറൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ വ്ളോഗ് ഇവിടെ ഏറെക്കുറെ കഴിയാറായി. നമ്മുടെ സിമ്പിളായിട്ടുള്ള രസത്തിൻ്റെ റെസിപ്പി ഞാൻ അതിലോ ഒരു പ്രാവശ്യം കൂടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ഇനി ഉണ്ടാക്കാൻ പറ്റുമെന്ന് തന്നെ അറിയില്ല. തക്കാളി, വെളുത്തുള്ളി, ജീരകം, ചെറിയ ജീരകം, കുരുമുളക്, പുളി നന്നായിട്ട് ചതച്ചെടുത്തിട്ട് വരിക. കടുകും പിന്നെ ചെറിയ ജീരകം ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ അരച്ച് വെച്ച് നമ്മുടെ ഈ പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ.
അപ്പോഴത്തേക്കും ഞാനിത് അതിലോട്ട് ഒരു സ്പൂണോളം ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു വലിയ സ്പൂണിൽ നമ്മൾ വേവിച്ച് വെച്ച പരിപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. സംഭവം വളരെ സിമ്പിളല്ലേ, ഇത്ര ഈസി ആയിട്ട് വേറെ എവിടെയെങ്കിലും ഉണ്ടാക്കാൻ പറ്റുമോ? പിന്നെ കുറച്ച് കറിവേപ്പില, നമുക്ക് ആവശ്യമുള്ള ഈ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് രസം ലൂസാക്കിയെടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഒത്തിരി അങ്ങ് തിളപ്പിച്ച് പോകണ്ട, ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ രസം റെഡിയായി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ് ചാനൽ, FB പേജ്, ഇൻസ്റ്റാ പേജൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും ഞാൻ നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരിക്കും ബൈ.